ഈ മരം എന്ന് പറയുന്നത് വടവൃക്ഷമാണ്. അരയാതി. ഏതാ സ്വാമി? അരയാതി. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഔഷധങ്ങളല്ല. കണ്ട് ഈ 4 വരെ ഉപയോഗമാണ്. ആലുംപാലാതി തൈലം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് കണ്ടത് ഈ സാധനം. എന്താ സമയം? ആലുംപാലാതി എന്ന് പറയുന്ന ഒരു തൈലമുണ്ട്. ഇവിടെ ഒന്നും ഇല്ല ഈ ചികിത്സാ സംവിധാനങ്ങളൊന്നും. ഇതിനെ അങ്ങോട്ട് പറിച്ച് അരച്ച് കലക്കി എണ്ണ കാച്ചി തലയിലോട്ട് തേക്കുക. ഈ തലയ്ക്കകത്തുള്ള സർവ്വ രോഗങ്ങളും കീഴേക്ക് പോകുമെന്നാണ് പറയുന്നത്. ശിരസിനകത്ത് എന്തെല്ലാം ഈ വാതപിത്ത കഫങ്ങൾക്ക് ശോഭിച്ചിരിക്കുന്നതെല്ലാം ഇതിൻ്റെ എണ്ണ തലയിലോട്ട് പൊത്തിക്കൊടുത്താൽ ഇതെല്ലാം കീഴേ അങ്ങ് പോകും. ഇതിന്റെ എന്ത് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഈ വേരാണ് ഉപയോഗിക്കുന്നത്. ഈ സാധനം കാണുന്നില്ല, ഇതിനെയാണ് കേൾക്കുന്നത്. ഈ ഇളയ വേര് ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിച്ചാൽ ഇങ്ങനെ ഇളവി ഇറങ്ങും. ഇത് വലിയ വേരയിലൊക്കെ ഇത്തിരി ഒരു പിടി കാണും പിച്ചാൽ. ഇങ്ങനെ ഇഞ്ഞ് പിടിച്ചാൽ ഒരു പിടി കിട്ടും. ഇങ്ങനെ പിച്ചെടുത്ത് അതും കൂടെ അതാണ് അരച്ച് കലക്കാണ് എണ്ണ കാച്ചുന്നത്. ആലുംപാലാതി തൈലം, ആലുംപാലാതി എന്നൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ പഴം ഔഷധമാണ്. പഴം എന്താണ് സമയം? പഴം ഇതിൻ്റെ കറയും അതിൻ്റെ പഴവും കൂടെ അരച്ച് കുഴമ്പാക്കി കാൽ പിടിക്കുന്നതിന് തേച്ചാൽ 1 or 2 പ്രാവശ്യം എടുക്കും. അത്ര ശ്രേഷ്ഠമാണ്. പിന്നെ ഇതിൻ്റെ പട്ട, നാൽപ്പാമരത്തിൽ ചേർന്നു. തീ അരയാൽ വേരാൽ എന്ന് പറയുമ്പോൾ അരയാലിൻ്റെ പട്ട, നാൽപ്പാമരാതി എണ്ണ, നാൽപ്പാമരാതി കേര, നാൽപ്പാമരാതി തൈലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നാൽപ്പാമരം ചേരുന്നു. നാൽപ്പാമരാതി ആവണക്കെണ്ണ, അതെന്തോ അങ്ങനെയുണ്ട്. ആവണക്കെണ്ണ കാച്ചിയെടുക്കുന്നത് നാൽപ്പാമരം ചേർത്ത്. സാർ ഈ സ്വാമി ചൊറിച്ചിലിനൊക്കെ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്? ഇത് നാൽപ്പാമരം ആയിട്ടാണല്ലേ ഉപയോഗിക്കുന്നത്. നാൽപ്പാമരാതി എണ്ണ, നാൽപ്പാമരാതി തൈലം, നാൽപ്പാമരാതി കുഴമ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. നാൽപ്പാമരാതി ആവണക്കെണ്ണ, നാൽപ്പാമരാതി വെളിച്ചെണ്ണ. കരിഞ്ഞൊട്ടയുടെ എന്തോ സ്വാമി? കരിഞ്ഞൊട്ട എന്ന് പറയുന്നത് വാതകരമായ ഒരു ഔഷധമാണ്. ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കും. ഇലയിട്ട് നീരും വേദനയൊക്കെയുള്ള ഭാഗത്ത് വെള്ളം തിളപ്പിച്ച് മുക്കി പിടിക്കും. കരിഞ്ഞൊട്ട എണ്ണ ഏറ്റവും വലിയ വാതകരമായ ഒരു എണ്ണയാണ് കരിഞ്ഞൊട്ട എണ്ണ. അത് ചേർത്ത് എണ്ണകൾ ഉണ്ടാക്കി തേക്കാറുണ്ട്. അങ്ങനെ ഒരു വാതകരമായ ഔഷധമാണ് കരിഞ്ഞൊട്ട. സ്വാമി അത് കർക്കിടക ചികിത്സയിൽ ഉപയോഗിക്കുക സ്വാമി? കർക്കിടക ചികിത്സയിൽ കരിഞ്ഞൊട്ടയൊന്നും ഉപയോഗിക്കില്ല. ഇല്ല. ഏതെങ്കിലും എണ്ണയ്ക്ക്, ഏതെങ്കിലും പറയത്തക്ക എണ്ണയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടോ കരിഞ്ഞൊട്ട? കരിഞ്ഞൊട്ട ഉപയോഗിക്കുന്നുണ്ടല്ലോ. കരിഞ്ഞൊട്ട എണ്ണ ഈ 5 എണ്ണക്കുഴമ്പിനൊക്കെ ചേർക്കുന്നുണ്ട്. അനേകം മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നു. വാതകരമായ ഔഷധങ്ങൾക്ക് അത്രയും കരിഞ്ഞൊട്ട എണ്ണ ചേർക്കും. എണ്ണയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ പറയുന്നതല്ല, 36-38 സൈസ് എണ്ണയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നാൽ വേപ്പെണ്ണ, എണ്ണ, ആവണക്കെണ്ണയൊക്കെ ചേർക്കുന്നതല്ലാതെ അങ്ങനെയല്ല. 38 സൈസ് എണ്ണകളുണ്ട്. എണ്ണ മാത്രം. കരിഞ്ഞൊട്ട എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ എന്തൊരു ഔഷധമാണ് ഇത്. ഇതിൻ്റെ ഇലയൊക്കെ എന്ന് പറയുന്നത് അങ്ങോട്ട് തിളപ്പിച്ച് ചുമ്മാ മുറിച്ച് അങ്ങോട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുക, കിഴി വെക്കുക. പിന്നെ ഇത് കിഴിക്കൊക്കെ ചേരും. കിഴിയൊക്കെ ഇതിന് ചേരും കരിഞ്ഞൊട്ടയില. ഇതിന്റെ പട്ട എന്തിനാണ് ഉപയോഗിക്കുന്നത്? പട്ട ഒന്നിനും ഉപയോഗിക്കുന്നില്ല കരിഞ്ഞൊട്ടയുടെ. വേരൊന്നും ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ച് പറഞ്ഞു കാണുന്നില്ല. ഇല ഉപയോഗിക്കുന്നത്, ഇലയും കായും, എണ്ണ, കരിഞ്ഞൊട്ട എണ്ണ.